ഹലോ ഗായ്സ്, നമ്മൾ ഷോപ്പിൽ വന്നിരിക്കുന്ന ഫോൺ കേട്ടോ, റെഡ്മി 13 5G. ഇതിന് കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ, ഡിസ്പ്ലേ കംപ്ലൈൻ്റ് കേട്ടോ. ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്ക് ഓട്ടോമാറ്റിക്കാണ്, പിന്നെ ടച്ച് വർക്കാവില്ല, അങ്ങനത്തെ ഒരു വിഷയമാണ്. ഗ്ലാസ് ആയാലും മാറ്റിയാലും നമ്മൾ പിന്നീട് ആ പ്രശ്നം വരും. അപ്പോൾ നമ്മൾ കസ്റ്റമറോട് പറഞ്ഞു ഇതിന് ഡിസ്പ്ലേ മാറ്റാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ മാറ്റാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ബാക്ക് ഡോർ നമുക്ക് ഊരിയെടുക്കാം. ബാക്ക് ഡോർ ഗ്ലാസ്സാണ് വരുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം കുറച്ചൊന്ന് ബ്ലോവർ കൊണ്ട് ഹീറ്റ് ചെയ്യാം, 4 ഭാഗത്തും ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ സ്ക്രീൻ കണ്ട കഷ്ണം ഉണ്ടാവില്ലേ ബാക്കത്തെ, ഓക്കെ, അതുകൊണ്ട് നെയ്സിലൊന്ന് എടുക്കാൻ നോക്കാം. ഓക്കെ, നെയ്സിൽ കിട്ടിയിട്ടുണ്ട്. 530 എന്ന ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് കിട്ടിയത്. അത്യാവശ്യം നെയ്സിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മെക്കാനിക് മാസ്റ്റർ എന്ന ക്ലിനിക് ആട്ടോ 530. അത്യാവശ്യം നല്ല ഇത് തന്നെയാണ്, 530 ക്ലീനറാണ്. ഓക്കെ, ഇതിൻ്റെ ബാക്ക് ഡോർ നമ്മൾ ഊരിയെടുക്കാം. നമുക്ക് ഇതിൻ്റെ സ്ക്രൂ കാര്യങ്ങൾ അന്നേരം ഊരിയെടുത്തിട്ടുണ്ട്. ഓക്കെ, കുറച്ചൊന്ന് നോക്കിയിട്ടെടുത്താൽ മതി. അധികം ഫോഴ്സ് കൊടുത്താൽ പിന്നെ സൈഡിൽ ഫിംഗർ വരുന്നുണ്ട്, അത് ഡാമേജ് ആയ പിന്നെ കുറച്ച് റിസ്ക് ആട്ടോ കിട്ടാൻ. ഓക്കെ, ബാറ്ററി എടുത്ത് നമുക്ക് ഇതിന് ഡിസ്പ്ലേ റിമൂവ് ചെയ്യാം. ഓക്കെ, അടിയിൽ കുറച്ചൊന്ന് പ്രസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇതിന് ഡിസ്പ്ലേ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുന്ന ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ കൊടുന്ന ഡിസ്പ്ലേ ആണ് ക്രൗൺ OG. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവും, ക്വാളിറ്റി ഉണ്ടാവും, പിന്നെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ല കേട്ടോ. പിന്നെ 1 month വാറൻറ്റി ഉണ്ട്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാറ്റി കിട്ടും, പക്ഷേ പൊട്ടിങ്ങനെ മാറ്റി കിട്ടില്ല കേട്ടോ. ഓക്കെ, നമ്മൾ സ്ട്രിപ്പ് ടൈറ്റാക്കി ബാറ്ററി കണ്ടിട്ടു. നമുക്ക് ഇതിന് ഓണാക്കി നോക്കാം എങ്ങനെയുണ്ട് ടച്ച് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഫോൺ ഓണായിക്കൊണ്ടിരിക്കുകയാണ്. റെഡ്മി ആൻഡ്രോയിഡ് അത്യാവശ്യം നല്ല ഫോണാണ് കേട്ടോ, റെഡ്മി 13 5G. അങ്ങനെ നമ്മൾ ഫോൺ ഓൺ ആയിട്ട് കിട്ടും. നമുക്ക് ഇതിന് ടച്ച് കാര്യങ്ങൾ പ്രോപ്പർ വർക്കിംഗ് ആണ് നോക്കാം. അങ്ങനെ എല്ലാം ഓക്കെയാണ്. ഞാൻ കോളിങ്ങിൻ്റെ അതിൽ പോയിട്ടൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ കോളിങ്ങിൻ്റെ അതിൽ പോയി 1 2 3 4 5 കറക്റ്റാണ്. എല്ലാം പക്കിംഗ് ആണ്, എല്ലാം ടച്ച് കാര്യങ്ങൾ പ്രോപ്പർ വർക്കിംഗ് ആണ്. അത്യാവശ്യം നല്ല സ്മൂത്ത് ഉണ്ട്. ബാറ്ററി കണ്ടിട്ട് റിമൂവ് ചെയ്തു, ബാറ്ററി ഊരി. അങ്ങനെ ഡിസ്പ്ലേ നമ്മൾ ഇതിന് റിമൂവ് ചെയ്തു. ഞാൻ അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഇതിൻ്റെ മിഡിൽ ഫ്രെയിം ഒന്ന് 4 ഭാഗം ക്ലീൻ ചെയ്യാം. ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇതിന് ചെയ്യുന്നത് നമുക്ക് ഡിസ്പ്ലേയുടെ 4 ഭാഗം ചെറിയൊരു ഗമ്മിട്ടാൽ മതി. അധികം ഗമ്മിട്ടാൽ പിന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രശ്നം വരും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്ലാങ്ക് ആവും, അങ്ങനെ ഡിസ്പ്ലേക്ക് പ്രശ്നം വരും. അപ്പോൾ ചെറിയൊരു ഗമ്മിട്ടാൽ മതി. അതിന് 4 ഭാഗം ചെറിയൊരു ഗമ്മ്. അടിഭാഗമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. അടിഭാഗത്ത് ചെറിയൊരു ഗമ്മ് നെയ്സിൽ അടിഭാഗമാണ് മെയിൻ. അതിൻ്റെ സ്ട്രിപ്പിൻ്റെ കണക്ഷൻ കാര്യങ്ങൾ അവിടെ നിന്ന് ലൈറ്റ് സെക്ഷൻ അവിടെ വരുന്നത്. ഓക്കെ, ഡിസ്പ്ലേ നമ്മൾ ഗമ്മ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതിന് ഫ്രെയിമിൽ നമുക്ക് ഗമ്മിടാം. ഇതിന് 4 ഭാഗം ചെറിയൊരു ഗമ്മ് ഇട്ടിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്. നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഫിക്സ് ചെയ്യാം കേട്ടോ. ഡിസ്പ്ലേ ഫിക്സ് ചെയ്യുമ്പോൾ അടിയത്തെ സ്ട്രിപ്പ് നോക്കാം കേട്ടോ. അടിയത്തെ സ്ട്രിപ്പ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അങ്ങനെ നമ്മൾ ഡിസ്പ്ലേ കറക്റ്റ് ഫിറ്റിങ് കേട്ടോ വന്നിങ്ങനെ. അടിയത്തെ സ്ട്രിപ്പ് ടൈറ്റ് ആക്കാം, ഓക്കെയാണ്. മേലത്തെ സ്ട്രിപ്പ് ടൈറ്റ് ആക്കാം, എല്ലാം ഓക്കെയാണ്. നമുക്കിത് ബാറ്ററി ഫിക്സ് ചെയ്യാം. ബാറ്ററി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കട്ട് ചെയ്യാം, കാരണം പൊന്തി നിന്നാൽ പിന്നെ ബാക്ക് ഡോർ കുറച്ച് പൊന്തി നിൽക്കും കേട്ടോ. ഓക്കെ, കട്ട് ചെയ്തു, എല്ലാം ഓക്കെയാണ്. ഇതിന് ബാക്ക് ഡോർ നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ. മേലത്തെ ക്യാമറ ഗ്ലാസ് ഊരെടുക്കാം. ക്യാമറ എടുത്തിട്ടുണ്ട്. ഓക്കെ, ബാക്ക് ഡോർ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ല ഫിക്സ് ആയിട്ടുണ്ട്, എല്ലാം പ്രസ് ആയിട്ടുണ്ട്. ആ ഫിംഗർ ഒന്ന് ടൈറ്റ് ആക്കണം കേട്ടോ. ഫിംഗർ ടൈറ്റാക്കി ക്യാമറ ഗ്ലാസ് ഫിക്സ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് ഒന്ന് സ്ക്രൂ കാര്യങ്ങൾ ടൈറ്റ് ആക്കാം കേട്ടോ. അത്യാവശ്യം നല്ല സ്ക്രൂ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോന്ന് നെയ്സിലൊന്ന് സ്ക്രൂ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാം. മേൽഭാഗം നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഓരോ സ്ക്രൂ കാര്യങ്ങൾ ടൈറ്റ് ആക്കാം. ഇതിന് ഡിസ്പ്ലേ പൊട്ട് ഓട്ടോമാറ്റിക് പ്രശ്നം ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് ഡിസ്പ്ലേ ആ ടച്ച് ഗ്ലാസ് ആയിട്ട് മാറ്റായിരുന്നു. പക്ഷേ ഓട്ടോമാറ്റിക് പ്രശ്നമുണ്ട്, പിന്നെ ഇടയ്ക്ക് ടച്ച് വർക്ക് ആവണില്ല, അങ്ങനത്തെ ഓരോ ഇഷ്യൂ ഉണ്ട് ആ ഡിസ്പ്ലേക്ക്. അപ്പോൾ ഇതിന് മൊത്തമായിട്ട് തന്നെ മാറ്റേണ്ടി വരും. നമ്മൾ കസ്റ്റമർക്ക് കുറഞ്ഞ റേറ്റിൽ തന്നെ ചെയ്ത് കൊടുത്തത്. സാധനം സ്റ്റോക്ക് ഉണ്ടായിരുന്നു കടയിൽ. അങ്ങനെ നമ്മൾ കസ്റ്റമർക്ക് 1/2 മണിക്കൂർ കൊണ്ട് ഫോൺ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ കണ്ടീഷൻ പ്രോപ്പർ നല്ല കണ്ടീഷനാണ്, പക്ഷേ കസ്റ്റമർ കയ്യിൽ നിന്ന് അങ്ങനെ ഡിസ്പ്ലേ പോയി.
ഓക്കെ, ഇതിൻ്റെ അടിഭാഗം സ്ക്രൂ കാര്യങ്ങൾ ടൈറ്റ് ആക്കാം നമുക്ക്. അത്യാവശ്യം നല്ല സ്ക്രൂ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് 13-ൻ്റെ മോഡലിൽ വരുന്ന അധികം സ്ക്രൂ കാര്യങ്ങൾ വരും. അങ്ങനെ ഓരോ സ്ക്രൂ കാര്യങ്ങൾ ടൈറ്റ് ആക്കാം. അത്യാവശ്യം നല്ല ടൈറ്റ് വേണം. ഓക്കെ, അങ്ങനെ ഓരോ സ്ക്രൂ കാര്യങ്ങൾ അതിൻ്റെ പൊസിഷനിൽ നമ്മൾ സ്ക്രൂ കാര്യങ്ങൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി 1-2 സ്ക്രൂ കാര്യങ്ങൾ ബാക്കിയുണ്ട്, അത് നമുക്ക് ടൈറ്റ് ആക്കാം. അങ്ങനെ സ്ക്രൂ കാര്യങ്ങൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു സ്ക്രൂ കൂടി ബാക്കിയുണ്ട്, അതുകൊണ്ട് നമുക്ക് ടൈറ്റ് ആക്കാം. 2 സ്ക്രൂ ഉണ്ട്. 13.5 കണ്ടോ, ബാക്ക് ഡോർ ഒക്കെ നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. ബാക്ക് ഡോർ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് സൂക്ഷിച്ച് കസ്റ്റമർ ഉപയോഗിച്ചാണ്. പക്ഷേ കസ്റ്റമർ കയ്യിൽ നിന്ന് കൊണ്ട് അങ്ങനെ ഡിസ്പ്ലേ പോയി. ഓക്കെ, സ്ക്രൂ കാര്യങ്ങൾ എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ബാക്ക് ഡോർ ഗമ്മിട്ട് ഫിക്സ് ചെയ്യാം. ചെറിയൊരു ഗമ്മിട്ടാൽ മതി. ഓക്കെ, ചെറിയ ഗമ്മിട്ടു അങ്ങനെ ഫിക്സ് ചെയ്തു നമ്മൾ ചെയ്യും. അപ്പോൾ എല്ലാം ഓക്കെയാണ്. റബ്ബർ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്, എല്ലാം ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഓക്കെ.